നമസ്കാരം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പർ. കമ്പൽസറി ഇംഗ്ലീഷ് എന്നുള്ളത് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും എഴുതേണ്ട ഒരു പേപ്പറാണ്. അതിന് നമ്മൾ 25% മാർക്ക് നേടിയാൽ മതി. ആ പരീക്ഷ ജസ്റ്റ് പാസ്സായാൽ മതി. അതിൻ്റെ മാർക്ക് മെയിൻ പരീക്ഷയുടെ ഫൈനൽ ലിസ്റ്റിൻ്റെ കൂടെ കൂട്ടുകയില്ല. പക്ഷേ മിനിമം മാർക്ക് നിങ്ങൾ നേടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മറ്റു പേപ്പറുകൾ വാല്യൂ ചെയ്യില്ല. അപ്പോൾ കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പറിന് തീരെ പ്രാധാന്യം കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല, അത്യാവശ്യം പ്രാധാന്യം കൊടുക്കണം. അബ്സല്യൂട്ട് IAS അക്കാഡമി കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള പുതിയ പുസ്തകം പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ച് പഠിക്കാൻ സാധിക്കും. ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പൽസറി ഇംഗ്ലീഷിന് മികച്ച സ്കോർ നേടുന്നതിന് സഹായകരമാകും. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ എഴുതി തീർക്കാം. മുഴുവൻ സമയമൊന്നും ഇരിക്കണമെന്നില്ല. 3 മണിക്കൂറുണ്ടെങ്കിലും അതിന് മുമ്പ് തന്നെ എഴുതി തീർക്കാൻ പറ്റും. കാര്യം ഒരു എസ്സേ റൈറ്റിംഗ് ഉണ്ട്, പ്രിസൈസ് ആക്കാനുള്ളതുണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ജയിക്കാനുള്ള സ്കോർ നേടുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ സിവിൽ സർവീസ് റീജിയണൽ ലാംഗ്വേജിൽ എഴുതാമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. റീജിയണൽ ലാംഗ്വേജിൽ എഴുതുമ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ കമ്പൽസറി പേപ്പർ അത് ഇംഗ്ലീഷിലാണ് എന്നുള്ളൊരു കാര്യം. അത് പക്ഷേ അത്ര ടഫല്ല, വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ കമ്പൽസറി പേപ്പറിനും മറ്റു പേപ്പറിനും ഒപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കമ്പൽസറി ഇംഗ്ലീഷ്, കമ്പൽസറി റീജിയണൽ ലാംഗ്വേജ്, ഈ 2 എണ്ണമാണ് കമ്പൽസറി പേപ്പർ. ഇതിന് 2ൻ്റെയും മാർക്കാണ് ഫൈനൽ റാങ്കിൽ കൂട്ടാതെ വരിക. അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്കും വിജയിക്കാം. അതിനുള്ള ഒരു നല്ല സ്ട്രാറ്റജി ഞാൻ ഈ പറഞ്ഞതുപോലെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളതാണ്. വിജയാശംസകൾ.